ദൈവദാസൻ വിവാഹത്തെക്കുറിച്ച് വളരെ ഗൗരവത്തോടുള്ള ദൂതുകൾ സംസാരിക്കുകയുണ്ടായി. प्रभु के दास ने बड़े गंभीरता के साथ में शादी के बारे में बताया है. ഓൺലൈനിൽ ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന ഇൻ ക്രൈസ്റ്റ് ഫാമിലിയിൽ എല്ലാവർക്കും നിങ്ങളുടെ വന്ദനം അറിയിക്കുന്നു. കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. ऑनलाइन पे हमें सुनने वाले इन क्राइस्ट के सारे परिवार के लोगों को हम खास करके प्रणाम बांटते हैं. നിങ്ങൾക്കറിയാലോ, കുടുംബം എന്ന് പറയുന്നത് ദൈവം ഭൂമിയിൽ ആദ്യം സൃഷ്ടിച്ച ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് ഫാമിലി എന്ന് പറയുന്നത്. आप जैसे जानते हैं परमेश्वर पृथ्वी पे बनाया हुआ सबसे पहला इंस्टीट्यूशन है परिवार. A happy married life does not come automatically. एक खुशदायक शादी कभी भी अपने आप नहीं बनता है. ഞാൻ ഇന്നലെ ഇവരുടെ വിവാഹത്തെ കുറിച്ച് ചെറിയ നോട്ടുകളൊക്കെ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ പെട്ടെന്നൊരു കാര്യം ഇങ്ങനെ കയറി വന്നു. കലർപ്പില്ലാത്ത സ്നേഹം പരസ്പരം കൊടുക്കാൻ പറ്റിയാൽ परस्परम वഴക്കടിക്കേണ്ടി വരത്തില്ല. मैं इनके शादी के बारे में कल बात सोच रहा था और लिख रहा था, तब प्रभु ने मुझे ऐसा सोच दिया कि जहां पे कोई मिलाप नहीं है वैसा प्यार आपस में मिले तो आपस में झगड़ा नहीं होगा. കലർപ്പില്ലാത്ത നിർവ്യാജ സ്നേഹം പരസ്പരം കൊടുത്താൽ മാത്രമേ. वहां पे निष्कपट प्रेम आपस में देना ही काफी है. ഒരു വാക്യം വായിച്ച് ഞാൻ വേദപുസ്തകത്തിൽ ചില കാര്യങ്ങൾ ഓർമ്മിപ്പിച്ച് നിങ്ങളുടെ വിവാഹം നടത്തി തരാൻ ആഗ്രഹിക്കുന്നു. एक वचन पढ़ के परमेश्वर के वचन से मैं आपके शादी को यहाँ पे करना चाहता हूँ. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിന്റെ उत्पत्ति की किताब पहले अध्याय में 27-28 വാക്യങ്ങളാണ് വായിക്കുന്നത്. 27-28 वचनों को यहाँ पे पढ़ रहे हैं. ഇങ്ങനെ ദൈവം തന്റെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു, ദൈവത്തിന്റെ സ്വരൂപത്തിൽ അവനെ സൃഷ്ടിച്ചു, ആണും പെണ്ണുമായി അവരെ സൃഷ്ടിച്ചു. ദൈവം അവരെ അനുഗ്രഹിച്ചു, നിങ്ങൾ സന്താന പുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിൽ നിറഞ്ഞ് അതിനെ അടക്കി സമുദ്രത്തിലെ മത്സ്യങ്ങളെയും ആകാശത്തിലെ പറവജാതികളെയും സകല ഭൂചര ജന്തുക്കളുടെ മേലും വാഴുവീൻ എന്ന് ദൈവം അവരോട് കൽപ്പിച്ചു. तब परमेश्वर ने मनुष्य को अपने स्वरूप के अनुसार उत्पन्न किया. अपने ही स्वरूप के अनुसार परमेश्वर ने उसको उत्पन्न किया. नर और नारी करके उसने मनुष्यों की सृष्टि की और परमेश्वर ने उनको आशीष दी और उनसे कहा, फूलो फलो और पृथ्वी में भर जाओ और उसको अपने वश में कर लो और समुद्र की मछलियों तथा आकाश के पक्षियों और पृथ्वी पर रेंगने वाले सब जंतुओं पर अधिकार रखो. ട്രാൻസ്ലേഷൻ ഉള്ളതുകൊണ്ട് ഇച്ചിരി സമയം മുമ്പോട്ട് പോകും, നിങ്ങൾ ക്ഷമിക്കണം. अनुवाद है, इसके कारण थोड़ा सा समय आगे बढ़ सकता है, आप क्षमा करिएगा. എങ്കിലും നിങ്ങൾക്ക് വിശപ്പാകുന്ന സമയം എനിക്കറിയാം, അന്നേരം ഞാൻ നിർത്തും. फिर भी आप जब भूखे होना समय हो सकता है, मैं वहां पे समाप्त कर दूंगा. ഒരു 12-12:45 ആകുമ്പോൾ നമ്മൾ ഇവിടുന്ന് പോകും. यहाँ पे 12:30-1 बजे तक हम यहाँ से लौट जाएंगे. ഈ സമയത്ത് നിങ്ങളുടെ അറ്റൻഷൻ ഞാൻ ചോദിക്കുക. और इस समय में मैं आपके ध्यान को मांग रहा ഈ हूँ. വായിച്ച വാക്യത്തിലാണ് ദൈവം കുടുംബത്തെ ഭൂമിയിൽ സ്ഥാപിക്കുന്നത്. इस पढ़े हुए वचन के अनुसार है परमेश्वर ने परिवार को पृथ्वी पर बनाया. കുടുംബം എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ ഐഡിയ അല്ല. परिवार जो है वो एक व्यक्ति का सोच नहीं है. കുടുംബം എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഐഡിയ അല്ല. एक राजनीति के पार्टी का आइडिया नहीं है. Marriage is a divine idea of Almighty God. परिवार शादी ये परमेश्वर के सर्वशक्तिमान परमेश्वर का आइडिया है. കുടുംബം എന്ന് പറയുന്നത് ദൈവത്തിന്റെ ഡിവൈൻ ഐഡിയയാണ്. परिवार जो है वो परमेश्वर के परमेश्वरीय आइडिया है. എന്തുകൊണ്ടാണ് ദൈവം കുടുംബത്തെ ദൈവം തന്നെ സ്ഥാപിച്ചത്? परमेश्वर ने क्यों खुद परिवार को रचा? ഞാൻ പറയും, ഒരു കാര്യം ആദ്യം സൃഷ്ടിക്കുമ്പോൾ അതിന്റെ ഡിസൈൻ അറിയാത്തവൻ ഉണ്ടാക്കിയാൽ കുഴപ്പമുണ്ടാവും. मैं कहूंगा कि एक चीज को एक व्यक्ति पहली बार बनाएगा, अगर उसका डिजाइन उसको पता नहीं हो तो वो उसमें गलती कर सकता है. അതിന്റെ മാസ്റ്റർ ഡിസൈൻ അറിയാവുന്നവൻ അത് ഉണ്ടാക്കിയാൽ കുഴപ്പമുണ്ടാവത്തില്ല. उसकी मास्टर डिजाइन को जो जानता है वो ही उसको बनाने से उसमें गलती नहीं होगा. ഫാമിലി ലൈഫിന്റെ മാസ്റ്റർ ഡിസൈൻ ഒരുത്തനെ അറിയത്തുള്ളായിരുന്നു, അതുകൊണ്ടാണ് അവൻ ആദ്യം അതിനെ സൃഷ്ടിച്ചത്. पारिवारिक जीवन के डिजाइन केवल एक ही व्यक्ति जानता था, इसीलिए उसने ही बनाया है पारिवारिक जीवन को. ദൈവം സകലത്തെയും 6 ദിവസം കൊണ്ട് സൃഷ്ടിച്ചു. ഒടുവിൽ 6-ാം ദിവസം മനുഷ്യനെ തന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചു. और परमेश्वर ने सारे चीजों को 5 दिन के अंदर बनाया. 6वें दिन में परमेश्वर ने मनुष्य को अपने रूप और समानता में बनाया. സൃഷ്ടിപ്പിൽ ഹവ്വായെ ആദമിന്റെ അകത്ത് ദൈവം ഒളിപ്പിച്ചു വെച്ചിരുന്നു. सृष्टि के समय में ही परमेश्वर ने हव्वा को आदम के अंदर ही छुपा के रखा था. എന്നെ ശ്രദ്ധിച്ച് കേൾക്കുക. मुझे ध्यान से सुनिए. അങ്ങനെ ആദമിനെ ഹവ്വായിൽ ഒളിപ്പിച്ചു വെച്ച ആ മർമ്മമായ ശരീരത്തെ നോക്കി പ്രകൃതിയും പ്രപഞ്ചവും പറഞ്ഞു, ഇറ്റ്സ് എ ഇമേജ് ഓഫ് ഗോഡ്. और जिसके अंदर परमेश्वर ने छुपा के रखा था, उसी को देखकर सारी सृष्टि ने बोला कि यही
परमेश्वर का स्वरूप है। ഹല്ലേലൂയ. കുടുംബം എന്ന് പറയുന്നത് परिवार यानी സ്ത്രീയും പുരുഷനും ഒരുമിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് स्त्री और पुरुष एक बनने का जगह, मतलब ഇറ്റ്സ് എ പെർഫെക്റ്റ് ഇമേജ് ഓഫ് ഗോഡ്. वो परमेश्वर का सिद्ध स्वरूप है। നിങ്ങൾ ഒരുമിക്കുമ്പോൾ आप जब एक എന്താ बनोगे സംഭവിക്കുന്നറിയോ? क्या होता है? ആ ഇമേജിന്റെ ക്ലാരിറ്റി കൂടുകയാണ്. परमेश्वरीय स्वरूप का क्लैरिटी, सिद्धता आप में दिखाई दे रहा है। കുടുംബം ഒരു മർമ്മമാണ്. वो एक भेद है। ഞാൻ ദൈവ സാന്നിധ്യം അനുഭവിക്കുന്നുണ്ട് ഈ ദൂത് പ്രസംഗിക്കുമ്പോൾ. ये वचन प्रचार करते समय परमेश्वर की उपस्थिति को मैं महसूस कर रहा हूँ। എന്റെ കൂടെ ദൈവ സാന്നിധ്യം അനുഭവിക്കുന്നവർ ചേർന്ന് ഹല്ലേലൂയ പറയാമോ? मेरे साथ में उपस्थिति को महसूस करने वाले मिलके बोले हालेलुया। ദൈവം എന്തിന് കുടുംബത്തെ സൃഷ്ടിച്ചു എന്ന് എന്നോട് ചോദിച്ചാൽ, अगर आप मुझे पूछेंगे कि परमेश्वर ने परिवार को क्यों बनाया, 6 ദിവസം കൊണ്ട് ദൈവം സൃഷ്ടിച്ച പ്രപഞ്ചത്തിന് ദൈവത്തിന്റെ ഇമേജിനെ വെളിപ്പെടുത്താൻ വേണ്ടിയാണ് ദൈവം കുടുംബത്തെ സൃഷ്ടിച്ചത്. 6 दिनों के अंदर परमेश्वर ने सृष्टि किया सारे पृथ्वी को, उसके अंदर अपने स्वरूप को प्रकट करने के लिए परिवार को बनाया। ഇതിൽ കുറഞ്ഞൊന്നും ഞങ്ങൾക്ക് കാണണ്ട. उससे कम कुछ भी हम नहीं देखना चाहते हैं। ഇതിൽ കുറഞ്ഞൊന്നും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല. उसमें कम कुछ भी आपसे प्रतीक्षा नहीं करते हैं। രണ്ട് കൾച്ചറിൽ, രണ്ട് കുടുംബത്തിൽ, രണ്ട് രാജ്യത്ത്, രണ്ട് ദേശത്തിൽ ജീവിച്ചിരിക്കുന്ന നിങ്ങൾ ഒരുമിക്കുമ്പോൾ we want to see the image of God. दो संस्कार family. में, दो संस्कारों में, दो परिवारों में, दो देशों में जन्म लेके आगे बढ़े हुए आप लोग जब एक बनेंगे, हम आप में यही देखना चाहते हैं कि परमेश्वर का स्वरूप। ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന കുടുംബസ്ഥരുണ്ട്. हमें देखने वाले परिवार समेत लोग हैं। ഞങ്ങൾ ഓൺലൈനിൽ കണ്ടുകൊണ്ടിരിക്കുന്ന വിവാഹം കഴിക്കാനിരിക്കുന്ന ആളുകളുണ്ട്. हमें ऑनलाइन में देखने वाले शादी करने के लिए इंतजार करने वाले लोग हैं। ആദമും അവയും ഒരുമിച്ച് ജീവിച്ചു തുടങ്ങിയപ്പോൾ आदम हव्वा साथ में जीना शुरू किए, എന്താ അവരിൽ കൂടെ ഫ്ലോ ആയത്? उनके द्वारा क्या बहने लगा? ദൈവത്തിന്റെ ഇമേജിന്റെ ഓവർഫ്ലോ ആയിരുന്നു അവിടെ ഉണ്ടായിക്കൊണ്ടിരുന്നത്. परमेश्वरीय समानता उनके अंदर से बहना शुरू किया। നമുക്ക് സ്റ്റോറി നന്നായിട്ട് അറിയാം. हमें कहानी ठीक से आता है। On their honeymoon they fell down temptation. और उनके हनीमून के समय में वे एक परीक्षा में गिर गए। എന്താ നഷ്ടപ്പെട്ടു പോയെന്നറിയോ? उनको क्या बर्बाद हो गया? Simply ദൈവത്തിന്റെ ഇമേജ് നഷ്ടപ്പെട്ടു പോയി. परमेश्वर का स्वरूप उनको नष्ट हो गया। ഹല്ലേലൂയ. हालेलुया। എന്തുകൊണ്ടാണ് കർത്താവ് യേശുക്രിസ്തു വീണ്ടും ഭൂമിയിൽ വന്നത്? क्यों प्रभु यीशु मसीह फिर से पृथ्वी पे आया? ഏദൻ തോട്ടത്തിൽ ഒന്നാം ആദം എന്ന മണവാളൻ നഷ്ടപ്പെടുത്തിയ ഇമേജിനെ വീണ്ടും റെസ്റ്റോർ ചെയ്യാനാണ് യേശു ഭൂമിയിൽ വന്നത്. आदम के वाटिका के अंदर पहले आदम ने जो नष्ट किया परमेश्वरीय स्वरूप को वापस देने के लिए प्रभु यीशु इस पृथ्वी पर आए। അതുകൊണ്ടാണ് ക്രിസ്തുവിനെ മണവാളനായിട്ടും സഭയെ മണവാട്ടിയായിട്ടും ബൈബിൾ ചിത്രീകരിക്കുന്നത്. इसीलिए बाइबल मसीह को दुल्हा के रूप में और कलीसिया को दुल्हन के रूप में प्रकट करती है। ആ ബ്രൈഡും ബ്രൈഡ് ഗ്രൂമും ഒരുമിക്കുന്ന സ്ഥലത്തിന് പുതിയ നിയമം പറയുന്ന പേരാണ് ഇസ് ദ ഇമേജ് ഓഫ് ഗോഡ്, ദ ബോഡി ഓഫ് ക്രൈസ്റ്റ്. जहां पे दुल्हन और दुल्हा इकट्ठे हो जाते हैं, मिल जाते हैं, उस जगह को बाइबल बोलते हैं परमेश्वर का शरीर यानी कलीसिया। ഇതൊരു ഭയങ്കര മർമ്മമാണ്. ये एक बड़ा भेद है। ഇതുകൊണ്ടാണ് എഫെസ്യ ലേഖനം പറയുന്നത് इसीलिए इफिसियों की पत्री इसके बारे में വിവാഹം बताती ഒരു है। മർമ്മമാണ്. विवाह एक भेद है। ഞാൻ ജാക്സനെയും ഋതുവിനെയും കുറിച്ച് മാത്രമല്ല പറയുന്നത്, ഞാൻ സഭയെയും ക്രിസ്തുവിനെയും കുറിച്ചാണ് പറയുന്നത്. मैं केवल जैक्सन और ऋतु को के बारे में ही नहीं बोल रहा हूं, मैं कलीसिया और मसीह के बारे में भी बोल रहा हूं। എന്തുകൊണ്ടാണ് യേശുവിന്റെ ആദ്യത്തെ അത്ഭുതത്തിന് വേണ്ടി ഒരു കല്യാണ വീട് യേശു തിരഞ്ഞെടുത്തത്? क्यों प्रभु यीशु मसीह ने उनके पहले चिन्ह के लिए एक शादी के घर को चुना? വേറെ സ്ഥലമൊന്നും ഇല്ലായിരുന്നോ? दूसरा कोई जगह नहीं था। ജസ്റ്റ് ഒരു കാര്യം ലോകത്തോട് കൺവേ ചെയ്യാൻ വേണ്ടിയാണ്. केवल एक बात दुनिया को बताने के लिए। കുടുംബത്തെ തകർത്ത പൈശാചിക ശക്തികൾക്ക് നടുവിൽ, തകർക്കാൻ നിൽക്കുന്ന പൈശാചിക ശക്തികൾക്ക് നടുവിൽ കുടുംബത്തെ റെസ്റ്റോർ ചെയ്യുന്ന ഒരു കാര്യം പ്രൂവ് ചെയ്യാൻ വേണ്ടിയാണ് കല്യാണ വീട് യേശു തിരഞ്ഞെടുത്തത്. एक परिवार को बर्बाद कर दिया हुआ शैतानी शक्तियों के सामने और आगे परिवारों को बर्बाद करने के लिए इंतजार करने वाले शैतानी शक्तियों के सामने उस परिवार को फिर से नया करने के लिए परमेश्वर प्रभु यीशु आए। ഞങ്ങളെ കാണുന്ന വാത്സല്യ പ്രിയപ്പെട്ടവരെ, हमें सुनने वाले सारे प्रियो, വിവാഹം കഴിച്ചവരെ, शादी किए हुए लोगों, കഴിക്കാനിരിക്കുന്നവരെ, जो करने के लिए इंतजार कर रहे हैं, ഒരു വലിയ ക്വസ്റ്റ്യൻ മാർക്ക് കൂടെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെക്കുകയാണ്. मैं आपके सामने एक बड़ा सवाल भी रख रहा हूं। Is my marriage is a reflection of the image of God? क्या मेरी शादी परमेश्वरीय स्वरूप का समानता है? നിങ്ങളുടെ കുടുംബ ജീവിതം ദൈവത്തിന്റെ സ്വരൂപത്തിന്റെ റിഫ്ലക്ഷൻ ആണോ? क्या आपके पारिवारिक जीवन परमेश्वरीय समानता का प्रकटीकरण है? റിഫ്ലക്ഷൻ അല്ലെങ്കിൽ अगर नहीं है तो നിങ്ങൾ നടത്തുന്നത് കുടുംബ ജീവിതമല്ല, आप जो चला रहे हैं एक पारिवारिक जीवन नहीं है, നിങ്ങൾ വേറെ എന്തോ ആണ് നടത്തുന്നത്. आप कुछ और चला रहे हैं। You want to see the reflection, the image of God. मैं हम आपके अंदर परमेश्वरीय
समानता को देखना चाहते हैं। അതുകൊണ്ടാണ് ബൈബിൾ പറയുന്നത് വിശ്വാസിയും അവിശ്വാസിയും തമ്മിൽ വിവാഹം കഴിക്കരുത്. इसीलिए बाइबल कहती है कि एक विश्वासी और अविश्वासी के बीच में शादी ना हो। എന്താ കാര്യം എന്നറിയോ? ആ ഇമേജ് വെളിപ്പെടത്തില്ല. कारण क्या है? क्योंकि परमेश्वर का स्वरूप आप में प्रकट नहीं होगा। ദൈവം നിങ്ങളെ വളർത്തി, परमेश्वर ने आपको बड़ा किया, ദൈവം നിങ്ങൾക്ക് നല്ല വിദ്യാഭ്യാസം തന്നു, परमेश्वर ने आपको पढ़ाई लिखाई दिया। വേണമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വഴികൾ തിരഞ്ഞെടുക്കാമായിരുന്നു. शायद अपने रास्तों को आप चुन सकते थे, പക്ഷെ നിങ്ങൾ അത് തിരഞ്ഞെടുത്തില്ല. बल्कि आपने नहीं चुना। നിങ്ങളുടെ ആത്മീക നേതൃത്വത്തോട് നിങ്ങൾ ആലോചിച്ച് നിങ്ങളിവിടെ വന്നിരിക്കുകയാണ്. आपने आपके आत्मिक अगुओं को पूछ के आप यहाँ पे आए हैं। പിശാച് നിങ്ങളിൽ കാണുന്നത് शैतान आप में देख रहा है ദൈവത്തിന്റെ സ്വരൂപമാണ്. परमेश्वर का स्वरूप। ഇന്ത്യൻ സഭയ്ക്ക് കാണേണ്ടത് कलीसिया भारत का देखना चाहता है ദൈവത്തിന്റെ സ്വരൂപത്തെയാണ്. परमेश्वर के स्वरूप को। ചേർന്ന് ഹല്ലേലൂയ പറയാം. मिलके हालेलुया बोलेंगे। എന്തുകൊണ്ടാണ് ബൈബിൾ ആമേൻ ആമേൻ ഇങ്ങനെ ആളുകളെ കൂട്ടിച്ചേർക്കുന്നത്? बाइबल ऐसे क्यों लोगों को इकट्ठा करते ഇത്തിരി हैं? കാര്യങ്ങൾ പറയണമെന്നുണ്ട്, കമ്പിവാചകങ്ങൾ പോലെ പറയാം. बहुत कुछ बोलने के लिए चाहता हूं, बल्कि छोटे शब्दों में बोलता हूं। കർത്താവിന്റെ ദാസൻ പറഞ്ഞല്ലോ, जैसे प्रभु के दास ने बोला, മനുഷ്യൻ ഏകനായിരിക്കുന്നത് നല്ലതല്ല. मनुष्य अकेला रहना भला नहीं है। മനുഷ്യൻ കുടുംബത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ദൈവം എന്തിനു ഫാമിലിയെ ചേർക്കുന്നു ചോദിച്ചാൽ, मनुष्य जब परिवार में उसको परमेश्वर प्रवेश कराता है, क्यों നിങ്ങളുടെ करता है? രണ്ടുപേരുടെയും ഏകാന്തതകൾ അവസാനിപ്പിക്കാൻ വേണ്ടിയാണ്. आप दोनों के एकता को, अकेलापन को बंद करने के लिए। നിങ്ങളുടെ ലോൺലിനെസ്സിനെ ദൈവത്തിന് ബ്രേക്ക് ചെയ്യണം. आपके अकेलापन को परमेश्वर तोड़ना चाहते थे। ആദമിന്റെ ഏകാന്തതകൾക്ക് ദൈവത്തിന് വിരാമമിടണമായിരുന്നു. परमेश्वर चाहते थे कि आपके अकेलापन को हम हमेशा के लिए बंद कर ആ दें। ഏകാന്തതകൾക്ക് വിരാമമിടാൻ വേണ്ടി उस अकेलापन को बंद करने के लिए ബൈബിൾ പറയുന്ന അടുത്ത പദം ഇതാണ്, बाइबल कहती है, अगला शब्द ऐसे है, ഞാൻ അവന് തക്ക തുണയെ ഉണ്ടാക്കി കൊടുക്കും. मैं उसके लिए एक व्यक्ति के लिए को तैयार करूंगा। ആമേൻ. आमेन। മൃഗങ്ങൾക്ക് ഇണയാണ്, മനുഷ്യന് തുണയാണ്. जो जानवर है उनके लिए साथी है, साथ में जीने के लिए है, बल्कि मनुष्यों को जीवन साथी है। ഹല്ലേലൂയ. നിനക്ക് കിട്ടിയിരിക്കുന്ന ഒരു ഇണയല്ല, तुझे एक जो मिला है यूं ही ऐसे रहने के लिए नहीं, ദൈവം നിനക്കൊരു തുണയെ തന്നിരിക്കുകയാണ്. बल्कि परमेश्वर ने आपको जीवन साथी को दिया। രണ്ടുപേർക്കും ഏകാന്തതകൾ അവസാനിപ്പിക്കാൻ ഒരു നല്ല തുണ. दोनों को परमेश्वर आपके अकेलापन बंद करने के लिए दिया है। നിങ്ങൾക്ക് പല വിധത്തിൽ നിങ്ങൾ പരസ്പരം തുണയാകണം. आपस में आप विभिन्न प्रकार साथी बने। നിങ്ങൾ ശാരീരികമായ തുണയായിരിക്കണം, आप शारीरिक तौर पे एक जीवन साथी നിങ്ങൾ बने, വൈകാരികമായ തുണയായിരിക്കണം, भावनाओं में आप साथी बने, നിങ്ങൾ ബുദ്ധിപരമായ തുണയായിരിക്കണം, और बुद्धि के अनुसार भी साथी നിങ്ങൾ बने। ആത്മീകമായ തുണയായിരിക്കണം. आत्मिक तौर पे भी वैसे ही रहे। ആമേൻ. ഒരു ഹല്ലേലൂയ പറയാവോ? क्या आप बोल सकते हैं हालेलुया मिलके? കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറയാം. हाथ उठा के हालेलुया बोलेंगे। ഇതുവരെ ജാക്സൺ ഒറ്റയ്ക്ക് തീരുമാനിച്ചു, अब तक जैक्सन ने अकेले में निर्णय लिया, ഋതു ഒറ്റയ്ക്ക് തീരുമാനിച്ചു. ऋतु ने अकेला निर्णय लिया। ഒത്തിരി തീരുമാനങ്ങൾ തെറ്റായിരുന്നു, ശരിയായിരുന്നു. अनेक निर्णय जो थे वो गलत थे, कुछ सही थे। പക്ഷേ ഇനി ഒറ്റയ്ക്ക് തീരുമാനിക്കരുത്. आगे अकेले निर्णय ना ले। ഇതുവരെ നിങ്ങൾ ഒറ്റയ്ക്ക് പ്രാർത്ഥിച്ചു, आगे अकेले में प्रार्थना किए, ഇനി നിങ്ങൾ ഒറ്റയ്ക്ക് പ്രാർത്ഥിക്കരുത്. आगे अकेले में प्रार्थना ना करें। ഏതൊക്കെയോ കുടുംബങ്ങളെ ദൈവം പണിയുന്നതായി പരിശുദ്ധാത്മാവിനോട് പറയും. पवित्र आत्मा मुझे कहते हैं कि कोई परिवारों को परमेश्वर बना रहे हैं। ഇങ്ങനെ എല്ലാ ഘടകങ്ങളും ചേരുമ്പോൾ ऐसे सारी बातें मिलकर हो जाएंगे, സക്സസ്ഫുൾ മാരീഡ് ലൈഫ് നിങ്ങളുടെ ലൈഫിൽ നടക്കും. एक जयवंत शादीशुदा जिंदगी आपके जीवन में होगा। കുടുംബ ജീവിതം നന്നാകണമെങ്കിൽ पारिवारिक जीवन सही होना है तो ദൈവം നിങ്ങൾക്ക് തന്ന തുണ നിങ്ങളുടെ പ്രയോറിറ്റി ആയിരിക്കണം. अगर परमेश्वर ने आपको दिया हुआ जीवन साथी आपका पहला स्थान होना चाहिए। ഇതുവരെ ജാക്സന്റെ പ്രയോറിറ്റി എന്താണെന്ന് എനിക്കറിയാം. अब तक जैक्सन का पहला स्थान क्या था मुझे पता है। അവന്റെ കാറും അവന്റെ കീബോർഡുമായിരുന്നു പ്രയോറിറ്റി. उसका कार, उसका गाड़ी और उसका कीबोर्ड। അറിയാവുന്നതുകൊണ്ടാ പറയുന്നത്. मैं जानता हूं इसीलिए बोला मैंने। ഐഫോണും आईफोन, ആപ്പിൾ വാച്ചുകളും ഒക്കെ ആയിരുന്നു പ്രയോറിറ്റി. एप्पल वॉच, ये सब था। ഇന്നു മുതൽ നിന്റെ പ്രയോറിറ്റി आज से आपका पहला स्थान ഋതു റാണി എന്ന് പറയുന്ന ഈ യുവതിയായിരിക്കും. ऋतु रानी ये युवती होना चाहिए। നിന്റെ ജോലിയേക്കാൾ, तेरे काम से बढ़कर, നിന്റെ കാലിബറിനേക്കാൾ, आपके सारे खूबियों से बढ़कर, നിന്റെ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളെക്കാൾ आपके सारे इलेक्ट्रॉनिक बातों से बढ़कर ഋതു നിന്റെ പ്രയോറിറ്റിയാണ്. ऋतु आपका पहला स्थान होना ഇതുവരെയുള്ള ഋതുവിന്റെ പ്രയോറിറ്റി चाहिए। अब तक ऋतु का पहला स्थान, കഴിഞ്ഞ ദിവസങ്ങളിൽ കോവിഡ് വാർഡിൽ ആളുകളെ ചികിത്സിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. पिछले दिनों में कोविड वार्ड के अंदर लोगों की चिकित्सा कर रही थी। നിന്റെ ജോലിയായിരുന്നു നിന്റെ പ്രയോറിറ്റി, आपका काम था पहला, നിന്റെ ഫ്രണ്ട്സ് ആയിരുന്നു നിന്റെ പ്രയോറിറ്റി. आपके दोस्त थे। ബട്ട് ഹിയർ ആഫ്റ്റർ आपसे ജാക്സൺ ഈസ് യുവർ പ്രയോറിറ്റി. जैक्सन आपका पहला जगह है। എന്തുകൊണ്ട് കുടുംബങ്ങൾ തകരുന്നു? क्यों परिवार टूटते हैं?
പ്രയോറിറ്റി കുടുംബങ്ങളാകുന്നില്ല. वो परिवारों में पहला स्थान नहीं हो रहा है. ദൈവം സൃഷ്ടിച്ച സിസ്റ്റം അറിയാമോ? परमेश्वर ने सृष्टि किस प्रकार किया? ദൈവം, परमेश्वर, കുടുംബം, परिवार, പിന്നെ മിനിസ്ട്രി. उसके बाद सेवकाई. മിനിസ്ട്രിയേക്കാൾ വലുതാണ് കുടുംബം. सेवकाई से बड़ा है परिवार. ബിസിനസിനേക്കാൾ വലുതാണ് കുടുംബം. व्यापार से बड़ा है परिवार. തൊഴിലിനേക്കാൾ വലുതാണ് കുടുംബം. अपने काम से भी बड़ा है परिवार. അതുകൊണ്ട് കുടുംബം തകരുന്നു. परिवार क्यों टूटते हैं? മിനിസ്ട്രിയുടെ തിരക്കുകൾക്കിടയിൽ കുടുംബങ്ങളെ നോക്കാൻ സമയമില്ല. सेवकाई के उसके अंदर परिवार को देखने का समय नहीं मिल रहा है. ജോലിയുടെ തിരക്കിനിടയിൽ കുടുംബത്തെ നോക്കാൻ സമയമില്ല. काम के भाग दौड़ के अंदर परिवार संभालने का समय नहीं मिल रहा है. എന്റെ വൈഫ് ബേസിക്കലി ഒരു ടീച്ചർ ആയിരുന്നു. मेरी पत्नी जो है वो एक टीचर थी ഞാൻ തിരക്കുള്ള ഒരു ശുശ്രൂഷകനുമായിരുന്നു. और मैं बड़े भाग दौड़ में सेवकाई करने वाला था. ഞങ്ങളുടെ കുടുംബ ജീവിതത്തിൽ കുഞ്ഞുങ്ങളെ കിട്ടിയപ്പോൾ जब परमेश्वर ने हमें परिवार में बच्चे दिए, ഒരു ഭാഗത്ത് നല്ല സാലറി കിട്ടും. एक जगह में अच्छा तनख्वाह मिलता है. ഞങ്ങൾ ആ ജോലി ഉപേക്ഷിച്ചു. हमने वो काम छोड़ा. എന്തുകൊണ്ട് ജോലി ഉപേക്ഷിച്ചു? क्यों काम छोड़ा? ജോലിയേക്കാൾ വലുത് കുടുംബമാണെന്നുള്ള വെളിപ്പാടുള്ളത് കൊണ്ട് ജോലി ഉപേക്ഷിച്ചു. काम से बड़ा है परिवार. उस प्रकाशन के कारण हमने छोड़ा. ചേർന്നൊരു ഹല്ലേലൂയ പറയാമോ? मिलके बोले हालेलुया. ഉടനെ ജോലി ഉപേക്ഷിക്കണ്ട. जल्दी से आप जो काम ना छोड़े. കർത്താവ് നിങ്ങളെ വളർത്തും. परमेश्वर आपको बढ़ाएगा. പക്ഷേ ജാക്സണും ഋത്തുവും പരസ്പരം പ്രയോറിറ്റീസ് ആയി മാറണം. बल्कि जैक्सन और ऋतु आपस में अपने पहले जगह को, पहले स्थान को देना चाहिए. പലരും ഇന്ന് ചിരിക്കുകയാണ്. അടുത്ത ടേൺ പിടിച്ചിട്ടുള്ള ആളുകൾ ചിരിക്കുന്നുണ്ട് ഇവിടെ. अगले टर्न जिन लोगों ने पकड़ा है वो लोग यहाँ पे बैठ के हंस रहे हैं. കഴിഞ്ഞ ദിവസങ്ങളിൽ പെരുമ്പാവൂർ ഒരു കല്യാണം നടത്താൻ പോയി. पिछले दिन में पेरुम्बावूर नाम से गांव में शादी करने के लिए गए. അവിടെ എനിക്ക് മുമ്പ് പ്രസംഗിച്ച പാസ്റ്റർ ഒരു രസകരമായ കാര്യം പറഞ്ഞു. वहां पे प्रचार किए, मुझसे पहले प्रचार किए पासवान ने ऐसा एक मजाक बोला. അദ്ദേഹത്തിന്റെ ജാക്സനെ കേട്ടുകൊണ്ടിരുന്ന കാര്യമാണ്. जैक्सन भी सुन रहे थे. ഞാൻ ഋതുവിന് വേണ്ടി പറയുകയാണ്. ऋतु के लिए बोल रहा हूँ. ഇവിടെ ഉള്ളവർക്ക് വേണ്ടി പറയുകയാണ്. यहाँ पे बैठे लोगों के लिए बता रहा हूँ. അപ്പോ അവിടെയുള്ള പാസ്റ്ററുടെ ചർച്ചിൽ ഒരു പ്രശ്നം ഉണ്ടായി. वहां के कलीसिया के पासवान के कलीसिया के अंदर एक परेशानी हुआ. കുടുംബ പ്രശ്നം തീർക്കാൻ വേണ്ടി അവിടെ ചെന്നു. पारिवारिक परेशानी समाप्त करने के लिए गए. അപ്പോ ഭർത്താവ് പറയുന്ന പരാതി ഇതാണ്. तब पति बोल रहे हैं, ഇവൾക്ക് കുറെ ആടുണ്ട്. इस मेरी पत्नी को बड़े बहुत सारे ഈ बकरियां हैं. ആട്ടിൻ കൂട്ടിന്ന് ഇവിടെ ഇറങ്ങുന്നുമില്ല, എന്നെ ഇട്ട് നോക്കുന്നുമില്ല. ये बकरियों के बीच में से वो निकलती भी नहीं है, मुझे ध्यान भी नहीं देती है. കുറെ കോഴിയും കുറെ ആടും, ഇതൊക്കെയാണോ നമ്മുടെ കുടുംബജീവിതം? क्या आपका पारिवारिक जीवन के अंदर कई मुर्गियां, कई बकरे, क्या उनको आप जगह देते हैं? മൈനാഗപ്പള്ളികൾ എന്താ വെച്ചാൽ റബ്ബർ ഷീറ്റ് എന്തുവാ ഇതൊന്നും അല്ല നമ്മുടെ കുടുംബജീവിതം. आपका पारिवारिक जीवन में ये कुछ नहीं है. മനുഷ്യനേകനായിരിക്കും നല്ലതല്ല. मनुष्य अकेला रहना ठीक नहीं. സമയങ്ങളിൽ അതുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. समय नहीं है, मैं यहाँ पे समाप्त करता हूँ. അങ്ങനെ നിങ്ങളുടെ തുണ പ്രയോറിറ്റി ആകുമ്പോൾ, ऐसे आपके जो जीवन साथी पहला स्थान मिले, നിങ്ങളുടെ ജീവിതത്തിന്റെ യാത്രയിൽ നിങ്ങൾ ഇങ്ങനെ തുണയെ പ്രയോറിറ്റിയായി മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ, ജീവിതത്തിന്റെ യാഥാർത്ഥ്യങ്ങൾ നാളകളുടെ നീളകളിൽ കർത്താവിന്റെ ദാസൻ പറഞ്ഞ പോലെ നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബജീവിതത്തിന്റെ ഭാഗമായി മാറും. आप ऐसे अपने आत्मिक जीवन में, पारिवारिक जीवन में इकट्ठा मिलकर सफर करेंगे तो एक आशीषित पारिवारिक जीवन आपको मिलेगा. എങ്ങനെ നിലനിർത്താൻ പറ്റുന്നേ? ये कैसे आप अगुवाई कर ഈ सकते हैं? ഫ്രണ്ട്ഷിപ്പ് എങ്ങനെ നിലനിർത്താൻ പറ്റുന്നേ? ये दोस्ती आप हमेशा कैसे रख सकते हैं? ബഹുമാനം കൊടുക്കുക, ബഹുമാനം തിരിച്ചു വാങ്ങിക്കുക. आप आदर दिएगा और आदर लीएगा. ആമേൻ. ഒത്തിരി കുടുംബത്തിന്റെ പ്രശ്നം എന്താണ്? कई परिवारों में परेशानी क्या है? ഞാൻ ആഗ്രഹിക്കുന്നതെല്ലാം ഋതു എനിക്ക് വേണ്ടി ചെയ്തു തരണമെന്ന് പിടിവാശിയുള്ളയാളാണ് ജാക്സൺ എങ്കിൽ കുടുംബജീവിതം നടക്കത്തില്ല. जो कुछ भी मैं चाहता हूं वैसा ही ऋतु करके दे करके अगर जैक्सन हमेशा बोलता है तो पारिवारिक जीवन में खुश नहीं होगा. ഞാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം ജാക്സൺ എനിക്ക് വേണ്ടി ചെയ്തു തരണമെന്നുള്ള പിടിവാശിക്കാരിയാണെങ്കിൽ ഋതു കുടുംബജീവിതം നയിക്കത്തില്ല, നടക്കത്തില്ല. अगर जो कुछ भी मैं चाहती हूँ वो सब कुछ जैक्सन मुझे करके दे करके अगर हमेशा आप सोचती रहती है तो आपको एक आशीषित पारिवारिक जीवन नहीं हो सकता. പരസ്പരം വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാണ്. आपस में क्षमा करने के लिए, छोड़ने के लिए तैयार हो പല जाओ. ടേസ്റ്റുകളാണ്. अलग अलग चखने का अलग अलग स्वभाव है आपको. ഇനി എവിടെ ചെല്ലുമ്പോൾ ചോറും മീനും കിട്ടത്തില്ല ജാക്സൺ. जैक्सन उत्तर भारत में आपको चावल और मछली नहीं मिलेगा, പൊറോട്ടയും ബീഫും കിട്ടത്തില്ല. परोठा और बीफ नहीं मिलेगा. ബീഫിന്റെ പേര് പറഞ്ഞാൽ തല വിട്ടു. बीफ के नाम बोलने से ही आपका सिर काटेंगे वहां पे. ചപ്പാത്തി, ദാൽ, रोटी, दाल. റെഡിയാണല്ലോ അല്ലേ? സംശയം ഉണ്ടെങ്കിൽ ജിബി കോലഞ്ചേരി വിളിച്ചോ. क्या आप तैयार है? अगर आपको शक है तो जीबी कॉलेंजरी को फोन करना. അദ്ദേഹത്തോട് ഞാൻ ഓർക്കുന്നു, ഒരു വേദിയിൽ വെച്ചിട്ടാണ് ഞാൻ ദൂത് പറയുന്നത്. ക്രോസ് കൾച്ചറൽ ഞങ്ങൾ ഒരുമിച്ച് ശുശ്രൂഷിക്കുമ്പോൾ വർഷങ്ങൾക്ക് മുമ്പ്. ആമേൻ. ഞാനത് ഓർക്കുന്നു. ഗോഡ് ബ്ലസ് യു. ഒരുമിച്ച് ആയിരിക്കുന്നത് വളരെ സന്തോഷം. मैं याद करता हूँ कई साल पहले उनकी शादी से पहले उनके लिए भविष्यवाणी किया था एक क्रॉस कल्चर शादी के बारे में. अभी मैं याद करता हूँ. ഇങ്ങനെ നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് എവിടെ വരെ പോകും?
आपका ये दोस्ती कहां तक जाएगा? How long you keep your friendship? कितना समय तक आप अपने इस दोस्ती को रखोगे? ഒരു റിയാലിറ്റി ഞാൻ പറയട്ടെ. एक सच्चाई में बोलता हूं, 40% കുടുംബം ഹണിമൂൺ കഴിയുമ്പോൾ അവരുടെ ഫ്രണ്ട്ഷിപ്പ് ക്ലോസ് ആണ്. 40% परिवार उनके हनीमून के बाद में वहां पे उनका दोस्ती बंद हो जाता है. അടുത്ത 40% बाकी 40% രണ്ട് കുഞ്ഞുങ്ങൾ ഉണ്ടാകുമ്പോൾ ഫ്രണ്ട്ഷിപ്പ് ക്ലോസ്. 2 बच्चे होने के बाद उनकी दोस्ती समाप्त हो जाता है. അടുത്തൊരു 20%. आगे 20% ഭയങ്കര ദൈവസാന്നിധ്യം ഞാൻ അനുഭവിക്കുന്നുണ്ട്. बड़ा परमेश्वर की उपस्थिति में महसूस എങ്ങനെയുണ്ട് कर നിങ്ങളുടെ കുടുംബജീവിതം? आपका पारिवारिक जीवन कैसा है? നിങ്ങൾ എത്ര നാൾ മുമ്പോട്ട് കൊണ്ടുപോകും? कितना समय आप आगे अगुवाई करेंगे? രണ്ട് കുഞ്ഞുങ്ങൾ ഉണ്ടാകുമ്പോൾ നിർത്തുവോ? 2 बच्चे होने के बाद समाप्त करेंगे അത് നോർത്ത് ഇന്ത്യയുടെ ചൂടൊക്കെ അടിക്കും നിർത്തി പോരുമെന്ന്? या उत्तर भारत में गर्मी के कारण छोड़ के वापस आ जाओगे? നിങ്ങൾ എവിടെ വരെ തുടരണമെന്ന് ഞാൻ പറയാം. आप कहां तक आपकी दोस्ती को रखें? മരണം നിങ്ങളിൽ രണ്ടുപേരെ ഒരാളെ വേർപിരിക്കുന്നിടം വരെ. मृत्यु आप में से किसी एक को अलग करे तब तक. എല്ലാവരും പ്രാർത്ഥിച്ച പ്രിയപ്പെട്ടവരെ, കർത്താവ് ഇവിടെയുണ്ട്, കർത്താവ് ഇവിടെയുണ്ട്. प्रभु यहाँ पे है, सब लोग प्रार्थना करिए प्रियो. മരണം നിങ്ങളിൽ ഒരാളെ വേർപിരിക്കുന്നിടം വരെ, मृत्यु आप में से किसी एक को अलग करते तक നിങ്ങൾ തമ്മിലുള്ള ആ ഫ്രണ്ട്ഷിപ്പ് തുടരണം. आपके बीच में दोस्ती हमेशा रखें. നിങ്ങളുടെ കുടുംബജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടോ? पारिवारिक जीवन के अंदर परेशानियां हो सकता है. ഞാൻ പറയാം 100% ഉണ്ടാകാൻ സാധ്യതയുണ്ട്. मैं आपको बता सकता हूं कि 100% हो सकता है. ഇതുവരെ പ്രശ്നങ്ങളില്ലാത്ത ഏതെങ്കിലും കുടുംബം ഉണ്ടെങ്കിൽ എന്നെ ഒന്ന് കാണണം, ഒരു ഫോട്ടോ എടുത്ത് വെക്കാൻ വേണ്ടിയാണ്. अभी तक जिंदगी में एक भी परेशानी नहीं हुआ ऐसा कोई परिवार है यहाँ पे तो मुझे आके मिले, मैं आपका एक तस्वीर खींच के रखना चाहता हूँ. പ്രശ്നം ഉണ്ടാകും. परेशानियां हो सकता है. പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ परेशानियां जब होते हैं നിങ്ങൾ ആരെ വിളിക്കും? आप किसको फोन करेंगे? നിങ്ങളുടെ പേരൻസിനെ വിളിക്കുവോ? आप अपने माँ बाप को फोन करेंगे? എന്റെ അനുഭവത്തിൽ പറയാൻ വിളിക്കരുത്. मेरे अनुभव से बोलता हूँ कि आप പാസ്റ്ററെ വിളിക്കണോ? उनको फोन ना करें. എന്റെ पासवान को അനുഭവത്തിൽ फोन, പറയാൻ വിളിക്കരുത്. पासवान को भी फोन ना करें. നിങ്ങൾ മിണ്ടുന്നില്ലല്ലോ. कोई बोल नहीं रहा है. അതോ നിങ്ങളുടെ ഏറ്റവും വലിയ കൗൺസിലറിനെ വിളിക്കണോ? या आप आपके जीवन के सबसे बड़े काउंसलर को फोन करें? ഞാൻ പറഞ്ഞു വിളിക്കരുത്. कभी फोन ना करें. വിളിക്കേണ്ട ആളുടെ പേര് ഞാൻ പറയാം. किसको फोन करना है मैं बताता हूँ. കാനാവിലെ കല്യാണ വീട്ടിലുണ്ടായിരുന്ന ഒരുവനുണ്ട്. काना में शादी के अंदर एक था, उसको फोन करें. Invite Jesus in your marriage. आपके परिवार के अंदर यीशु मसीह को स्वीकार करें. Involve Jesus in the marriage. यीशु मसीह को आपके शादी में अनुमति दें. വിളിക്കുക. बुलाइए. ആരെയും ഇടയ്ക്ക് കേട്ടരുത്. और किसी को भी बीच में आप ना बुलाएं. എന്റെ വൈഫ് ഇവിടെ ഇരിപ്പുണ്ട്. मेरी पत्नी यहाँ पे है. പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം. बहुत परेशानियां हैं. നിങ്ങൾക്കിടയിൽ വേറെ ആരും കയറരുത്. बल्कि आपके बीच में कोई ना आ നിങ്ങളുടെ सके. പപ്പായും മമ്മിയും കയറരുത്. आपके मम्मी पापा ना आए. നിങ്ങളുടെ മിനിസ്ട്രി കയറരുത്. आपका सेवकाई ना आए. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ കയറരുത്. आपके बच्चे तक ना आए. ഇങ്ങനെ പുരുഷൻ അപ്പനെയും അമ്മയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും. ऐसे ഇവർ ഇരുവരും ഒരു ദേഹമായി തീരും. ആ ദേഹത്തിന് ബൈബിൾ പേര് വിളിക്കും ഇമേജ് ഓഫ് ഗോഡ്. ऐसे आदमी अपने माँ बाप को छोड़ के पत्नी के साथ एक बन जाएगा, एक शरीर बनेगा और उस परिवार को बोलते हैं प्रभु यीशु मसीह का स्वरूप. ഈ മെസ്സേജ് നിങ്ങളുടെ കല്യാണത്തിന് വേണ്ടി ദൈവം എനിക്ക് തന്നതാണ്. आपके शादी के लिए प्रभु ने इस संदेश को प्रभु ने ഒരുപാട് मुझे दिया. തവണ ജാക്സൺ എന്റെ കൂടെ വിവാഹ ശുശ്രൂഷയെ സംബന്ധിച്ചിട്ടുണ്ട്. अनेक शादी के वेदियों में जैक्सन मेरे साथ आया था. പക്ഷെ നിന്നോടൊരു വ്യത്യസ്തമായ ഒരു ദൂത് പറയാൻ പരിശുദ്ധാത്മാവിനോട് പറഞ്ഞു. बल्कि आपसे एक अलग सा संदेश बोलने के लिए पवित्र आत्मा ने मुझे बोला. You are the image of God. आप परमेश्वरीय स्वरूप हैं. Hallelujah. हालेलुया. Hallelujah. നിങ്ങൾ ഒരുമിച്ചുള്ള ഉത്തരവാദിത്തങ്ങൾ കമ്പിവാചകങ്ങളിൽ പറഞ്ഞ് ഞാൻ നിങ്ങളുടെ വിവാഹ ശുശ്രൂഷ നടത്തി തരാൻ ആഗ്രഹിക്കുന്നു. आप मिलके जो बोलना करना चाहिए ऐसे कुछ जिम्मेदारियों को जल्दी से बोल के मैं शादी करना ഭാര്യ चाहिए. ഭർത്താക്കന്മാരുടെ കടമകളെ കുറിച്ച് ബൈബിളിൽ ധാരാളം പറഞ്ഞിരിക്കുന്നു. और पत्नी पति के जो काम है, जिम्मेदारी है, उसके बारे में कई जगह में बताया है. ഭർത്താവാണ് കുടുംബത്തിന്റെ തല. पति है परिवार का सर. ആമേൻ. ഋതു, ഭർത്താവാണ് കുടുംബത്തിന്റെ തല. पति है परिवार का सर. നിങ്ങളുടെ കുടുംബത്തിൽ ആമേൻ ഇൻകം റിസോഴ്സ് എന്ന് പറയുന്ന ഋതുവാണ്. आपके परिवार में तनख्वाह पाने वाला एक व्यक्ति आप ऋतु है. ആ കാരണത്താൽ നീ കുടുംബത്തിന്റെ തലയാകുന്നില്ല. उसके कारण से आप परिवार का सिर नहीं बन रहे हो. ലക്ഷക്കണക്കിന് രൂപ സാലറി വാങ്ങിച്ചാലും लाखों रुपए का तनख्वाह मिले, നിന്റെ കുടുംബത്തിന്റെ തല ജാക്സൺ ആയിരിക്കും. आपके सिर का, आपका परिवार का सिर जैक्सन होना चाहिए. ഭാര്യയോട് വിശ്വസ്തത ജാക്സൺ പുലർത്തണം.
पत्नी के साथ में विश्वास योग्यता जैक्सन को रखना ഭാര്യയെ है। സ്നേഹിക്കണം. पत्नी का से प्यार करना है। ഞാൻ മിക്കപ്പോഴും ചോദിക്കുന്ന പോലെ പറയാം. मैं अनेक बार बोलने के जैसे बताता हूँ എങ്ങനെ സ്നേഹിക്കണം? कैसे प्यार करना है। ഷാജഹാൻ മുംതാസിനെ സ്നേഹിച്ച പോലെ താജ്മഹൽ ഉണ്ടാക്കി കൊടുത്ത് സ്നേഹിക്കരുത്. जैसे शाहजहां ने मुमताज को ताजमहल बना के प्यार किया वैसे ना करें। എങ്ങനെ സ്നേഹിക്കണമെന്ന് ബൈബിൾ പറയുന്നു. कैसे करना है करके बाइबल कहती है। ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ. जैसे मसीह ने कलीसिया को प्यार किया। ജാക്സനെ സ്നേഹിച്ച കർത്താവിന്റെ സ്നേഹം ഓർമ്മയില്ലേ? जैक्सन को प्रभु ने कैसे प्यार किया पता है। ഋതുവിനെ സ്നേഹിച്ച കർത്താവിന്റെ സ്നേഹം ഓർമ്മയില്ലേ? ऋतु से प्यार किया वो प्रभु के प्यार आप जानते हो। ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് നമ്മളെ തള്ളിക്കളയാത്ത ദൈവസ്നേഹം ഓർമ്മയില്ലേ? बड़े परेशानियों से हम गुजरे फिर भी हमें प्रभु ने नहीं छोड़ा वो प्यार नहीं जानते हो। ആ ദൈവസ്നേഹം നിങ്ങൾക്കിടയിൽ നിൽക്കണം. वही परमेश्वरीय प्यार आपके बीच में होना चाहिए। ഭാര്യയെ പോറ്റി പുലർത്തണം. पत्नी को हमेशा संभालना है तैयार करना है അവൾക്ക് ബഹുമാനം കൊടുക്കണം. उसको आदर देना है। ഋതു, ऋतु I'm telling your duties in your family life. आपके पारिवारिक जीवन में आपका ബൈബിൾ जिम्मेदारी പറയുന്നു ഭർത്താക്കന്മാർക്ക് കീഴടങ്ങിയിരിക്കണം. पतियों के अधीन रहे। നമ്മുടെ ആധുനിക സംസ്കാരം അതിനെ അനുവദിക്കുന്നില്ല. आपके आज के जमाना ऐसे हमें अनुमति नहीं देता है എന്നാൽ കിങ്ഡം കൾച്ചറിൽ അങ്ങനെയാണ് പറയുന്നത്. बल्कि परमेश्वर के राज्य के संस्कार में ऐसे ही बोलता है। ആമേൻ. ഭർത്താക്കന്മാരെ ഭയപ്പെടണം. पतियों का आदर करना है। പട്ടിയെ പേടിക്കുന്ന പോലെ പാമ്പിനെ പേടിക്കുന്ന പോലെയല്ല. जैसे सांप से या कुत्तों से डरते वैसे नहीं, അങ്ങനെയുള്ള ഭയമല്ല. वैसा डर नहीं। അബ്രഹാമിന്റെ വീട്ടിൽ ചെന്നാൽ अब्राहम के घर में जाने से സാറായി അവിടെ കാണാം. एक सारा वहां पे है। അഡോണായി മാസ്റ്റർ എന്നാണ് അവൾ വിളിക്കുന്നത്. യജമാനനെ എന്നാണ് വിളിക്കുന്നത്. वो उनको पुकारती है कि मालिक। ഹല്ലേലൂയ. हालेलुया। ഒരു നല്ല പേര് കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞ് ജാക്സനെ വിളിക്കാൻ. आज से जैक्सन को बोलने के लिए एक नया नाम आप ढूंढे। തിരിച്ച് ജാക്സന് ഒരു നല്ല പേര് കണ്ടുപിടിക്കും. वापस बुलाने के लिए जैक्सन भी एक अच्छा नाम ആ ढूंढे വിളി വേറെ ആരെയും നിങ്ങൾ വിളിപ്പിക്കരുത്. और वो नाम दूसरे किसी से भी ना बुलवाएं। മാസ്കിനകത്ത് നിങ്ങളുടെ മുഖം എന്നത് എനിക്ക് അറിയാനും വയ്യല്ലോ. मास्क पहनने के कारण आप लोगों के चेहरे में क्या हो रहा है मुझे दिखाई नहीं दे रहा है। എങ്കിലും മാനസാന്തരപ്പെട്ടോണം ഇന്ന് രാവിലെ. फिर भी मन फिराए आज दिन के समय में। ഹല്ലേലൂയ. हालेलुया। ഭർത്തൃപ്രിയരും പുത്രപ്രിയന്മാരുമായിരിക്കണം നിങ്ങൾ. आप पत्नियां पति से प्यार करने वाले और बच्चों से प्यार करने രണ്ട് वाले। വാക്കിൽ ഒരുമിച്ചുള്ള കടപ്പാടുകൾ കൂടെ പറയാം. दो शब्दों में एक जिम्मेदारी और बताता हूं। രണ്ടുപേരും ഒരുമിച്ച് ദൈവഹിതത്തിന് പ്രാധാന്യത കൊടുക്കണം. दोनों मिलके परमेश्वर की इच्छा के लिए पहला स्थान दें। നിങ്ങൾ രണ്ടുപേരും ക്രൈസ്റ്റ് സെന്റേർഡ് ആയിരിക്കണം. आप दोनों मसीह में केंद्रित रहें। എന്റെ അനുഭവത്തിൽ അറിയാം നിങ്ങൾ അങ്ങനെയാണ്. मेरे अनुभव से बताता हूं कि आप दोनों ജാക്സനും वैसे हैं। അങ്ങനെയാണ്, ഋതുവും അങ്ങനെയാണ്. जैक्सन भी वैसे हैं, ऋतु भी वैसी है। നിങ്ങൾ അന്യോന്യമുള്ള എല്ലാ കടമകളും നിർവഹിച്ചു കൊടുക്കണം. आप दोनों आपस में जितनी जिम्मेदारी है वो सब कुछ करके देना ദൈവം है। നിങ്ങൾക്ക് തരുന്ന തലമുറകൾക്ക് നിങ്ങൾ മാതൃകകളായിരിക്കണം. आपको परमेश्वर देने वाले सारे बच्चों के लिए आप उदाहरण बने। അതോടൊപ്പം അതിഥി സൽക്കാരം ഒരിക്കലും മറക്കരുത്. उसके साथ में आपके घर में जितने मेहमान आएंगे उनको आदर करना भी ना भूले। വല്ലപ്പോഴും നിങ്ങൾ റായ്ഗഡിൽ താമസിച്ച് ഒറ്റയ്ക്ക് മടുക്കുമ്പോൾ जब भी आप रायगढ़ में अकेले रह के परेशान होंगे, ഇത്രയും പേര് ഇവിടെ ഇരിപ്പുണ്ട്. इतने लोग यहाँ पे बैठे हुए हैं, ഒരു ടിക്കറ്റ് കൊടുത്ത് അവരെ വിളിപ്പിച്ച് एक टिकट खरीद के देना और उनको बुलवा लेना। മിണ്ടുന്നില്ലല്ലോ ആരും. कोई चुप नहीं, चुप है सब लोग। ആമേൻ. हमें ഞങ്ങൾക്ക് കൂടെ ആഹാരം തരണം. हमें भी खाना खिलाना। നിങ്ങളെ ആക്കി വെച്ചിരിക്കുന്ന ലോക്കൽ സഭയിലെ പാസ്റ്റർക്ക് നിങ്ങൾ രണ്ടുപേരും കീഴടങ്ങണം. आप जिस स्थानीय कलीसिया में आप है वहां के पासवान के अधीन आप रहें। നിങ്ങളുടെ ടൈറ്റ് നിങ്ങളുടെ ദശാംശം കൃത്യമായി നിങ്ങൾ മാറ്റി വെച്ചിരിക്കണം. आपके जो दशवांश है वो आप उसको हटा के रखें നിങ്ങളുടെ കുടുംബ പ്രാർത്ഥന മുടക്കരുത്. और आपके पारिवारिक प्रार्थना को आप कभी भी बंद ना करें। ഇത്രയൊക്കെ എന്ന് പറയാനുള്ള സമയമുള്ളൂ. इतना ही मैं बोल सकता हूँ, समय आगे नहीं है। നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിച്ച് ഇവരുടെ വിവാഹം നടത്തി കൊടുക്കാം. हम मिलके प्रार्थना करके इनकी शादी എല്ലാ कर കണ്ണുകളും दें। അടച്ച് सब लोग अपने आंखों को बंद करें। ലോധി ബാബा